ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 ചോദിച്ച ഒരു PYQ ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്. ആദ്യം ചാന്നാർ ലഹളയാണ് നടക്കുന്നത്. ചാന്നാർ ലഹള 1859 അത് കഴിഞ്ഞ് മലബാർ കലാപം 1921, വൈക്കം സത്യാഗ്രഹം 1924, ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പോൾ ചാന്നാർ ലഹള 1859, മലബാർ കലാപം 1921, വൈക്കം സത്യാഗ്രഹം 1924, ക്ഷേത്രപ്രവേശന വിളംബരം 1936. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവന. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 1948 ജാനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. 1948 ജാനുവരി 20 ഗാന്ധിജിയുടെ നേരെ വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ 21 ലണ്ടനിൽ വെച്ച് നടന്നു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെടുത്ത് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് 2, 4. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ബന്ധപ്പെട്ട പ്രസ്താവന 1949 സ്ഥാപിതമായത്. ഇതിൽ അവസാനം ചേർന്ന രാജ്യം സ്വീഡനാണ്. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ ആണ് തെറ്റായ ജോഡി. അപ്പോൾ റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് VA ലെനിൻ, ലോങ് മാർച്ച് മാവോ സേതുങ്. റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് VA ലെനിൻ, ലോങ് മാർച്ച് മാവോ സേതുങ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജാനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്ന ലഭിച്ചു. ഖുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. സ്വാതന്ത്ര്യാനന്തര സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുക്കുന്ന പ്രസ്താവന ശരിയായത് 1, 3, 4. അതായത് പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായത് 1953. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന 1, 3 തെറ്റായിട്ടുള്ള പ്രസ്താവന. 2, 4 ശരിയാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. താഴെ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ് അഗുൽഹാസ് പ്രവാഹം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ് അഗുൽഹാസ് പ്രവാഹം. താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 4. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്ക് 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്ക് 5.5 മണിക്കൂർ മുന്നിലാണ്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ എന്നറിയപ്പെടുന്നു. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയെ ഹരിക്കെയിൻ എന്ന് അറിയപ്പെടുന്നു. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാതയാണ് NW3. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് പ്രസ്താവന 1, 2, 3 ശരിയാണ്. 4 തെറ്റാണ്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവിടെ